ഉറക്കക്ഷീണം ഉണ്ടെന്നറിയാമോ? അങ്ങനെ സ്വപ്നത്തിൽ ഞാൻ ഒന്നാം തരം ഒരു മാരത്തൺ ഓട്ടം പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാരും അങ്ങ് വന്ന് കൊഞ്ചിക്കുവായിരുന്നു കേട്ടോ. എന്റെ വായിൽ നല്ല ഈത്ത വന്ന് ഞാൻ ആ ഈത്ത പോലും തൊട്ട് നല്ലോണം എന്റെ ആൾക്കാരായിരുന്നു. എന്റെ ചിരി കാണാൻ എന്റെ പുറയിൽ നടക്കുമായിരുന്നു. അങ്ങനെ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് എനിക്ക് അറിയത്തില്ല, എല്ലാവരും കൊഞ്ചിന് കിട്ടല്ലേ. ഞാൻ എന്നെ കാണിക്കാത്ത പോട്ടികളില്ല, ഒന്നുമില്ല. അങ്ങനെ കൃഷ്ണനായിട്ട് വരെയൊക്കെ ഒരുക്കി കേട്ടോ. ഒരു കുഞ്ഞി കൃഷ്ണനൊക്കെ ആക്കി. അങ്ങനെ ഇരുന്നപ്പോൾ എനിക്കൊരു സംശയം, ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എവിടെയോ വരാൻ പോകുന്നല്ലോ. എന്റെ അമ്മ വീണ്ടും ഗർഭിണിയായി. വരുന്നു ഇടിവെട്ട് പോലെ. പിന്നെ ഞാൻ ഇപ്പൊ കാണിച്ചു തരാടി. നീ എത്രക്കായാലും ഞാൻ തന്നെ ആടി റാണി. നീ ഇടിക്കാനൊന്നും വരണ്ട കേട്ടാ. എന്തായാലും അമ്മയുടെ കൂടെ ഇരുന്ന് നീ എടുത്തോ. പിന്നെ അവളുടെ ഒരു ബോസ്. അനിയത്തി, നീ കണ്ടോ? എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാം. നീ വേണം അമ്മയുടെ കൂടെ ഇടാം. അയ്യടി, എനിക്ക് അറിയാവിടെ ഒറ്റയ്ക്ക് ഇരിക്കാം. ഞാനങ്ങനെ സ്കൂളിലായി കേട്ടോ. നീ ഇനി കുറച്ചൊക്കെ അങ്ങ് ഒതുങ്ങ്. എന്തൊരു ഫോട്ടോ എടുക്കാം അവിടെ. കൊള്ളാല്ലേ? അടിപൊളി. എടി ഞാനേ കണ്ടോ റാണിയായിട്ടൊക്കെ എന്നെ ഒരുക്കിയടി സ്കൂളില്. എനിക്ക് മെഡലൊക്കെ കിട്ടിയടി. എന്തൊരു സന്തോഷമായിരുന്നു അറിയോ. പിന്നെ നമുക്കൊരു ഫോട്ടോ എടുത്താലോ? ഒരു സെൽഫി എടുക്കായിരുന്നു. പക്ഷെ അറിയത്തില്ലടി എനിക്ക്. നമുക്ക് ചോറുണ്ണാം കേട്ടോ. എന്റെ അല്ലല്ലോട്ടോ നിന്റെ നോട്ടോ എല്ലാം കൂടെ. നിന്നെ ഞാനേ ഡ്രൈവിംഗ് പഠിപ്പിക്കാം കേട്ടോ. ഇതാണ് സ്റ്റിയറിംഗ് കേട്ടോ. കറക്കണം ഇതേ കേട്ടോ. അങ്ങനെ ഞാൻ സാരി ചേട്ടത്തിയല്ലേ, എത്രയല്ലേ എനിക്ക് സാരിയൊക്കെ കൊടുക്കാം. അങ്ങനെ ഊട്ടിയിലൊക്കെ കൊണ്ടുപോയി. നീ എന്താടി എന്നെ കുറിച്ച് വിചാരിച്ചത്? നിന്നെ ഞാൻ നോക്കാം കേട്ടോ. ഉറക്കപ്പിച്ചയിലായിരുന്നു അമ്മയുടെ ഏണെ കയറി ഇരിക്കുക. നിനക്കെന്താടി അതിന് അവ കുശുമ്പ് കാണിക്കുന്നുണ്ട്. നീ കൂടുതൽ അങ്ങ് ഉണ്ടാക്കല്ലേ. എല്ലാവർക്കും ഹായ് കേട്ടോ കേട്ടോ. നാളെ കൊണ്ടോടി ഇങ്ങനെ ഉറങ്ങാൻ എഴുന്നേറ്റ് ഓടി. എന്താ ഞാനേ ചേച്ചിയാ. എനിക്ക് പെതുക്കെ എഴുന്നേറ്റാ മതി. ഞാൻ പെതുക്കെ എഴുന്നേറ്റത്തുള്ളൂ. സ്കൂളൊന്നും ഇല്ല. എന്നാ ഞാൻ ഇപ്പൊ വരാൻ കേട്ടോ. എനിക്ക് ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടോ. ഞാനേ എനിക്ക് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര അലർജിയാ തുണിയൊക്കെ ഇടാൻ കേട്ടോ. അങ്ങനെ ഞാനങ്ങനെ ഇടാറില്ല കേട്ടോ. ഇല്ല കേട്ടോ. അപ്പൊ അമ്മ ഇതൊക്കെ നാണമില്ലമ്മേ. എന്റെ തുണിയൊക്കെ വലിച്ച് ഊരി കളയുന്നമ്മേ. ഈ പെണ്ണ് എന്തൊരു കഷ്ടാന്ന് നോക്കിയേ. എനിക്ക് കാണണ്ടോ മനുഷ്യനെ. ഞാൻ കണ്ടോ ഒന്നാന്തരായിട്ട് ഞാൻ കേരളീയ തനിമയിലെ തുണിയൊക്കെ ഇട്ടേക്കുന്നത് നീ കണ്ടോ. നീയും വാ. നീ കൂടുതൽ മറച്ചു പിടിക്കണ്ട കേട്ടോ. നീ വാ. പിന്നെ ഇട്ട് ഇതിനെന്തരടി ഊരിയത്. അപ്പൊ ഇവിടെ അവിടെ പോയി കാര്യം സാധിച്ചതങ്ങണ്ട കേട്ടോ. സത്യമായിട്ടാണേ. അപ്പോഴേ ഞാനൊന്ന് ഒരുങ്ങട്ടെ. മുടി കാർക്കൂന്തലെല്ലാം കൂടെ എനിക്ക് വയ്യ. എനിക്ക് ഈ തള്ള എന്റെ മുടിയെല്ലാം കൂടെ ഇപ്പൊ കുണച്ച് ആണ്ട പോകുന്നു. ഒരു സൈഡിൽ കൂടെ എന്റെ കഷണ്ടി ആക്കും ഇപ്പൊ. എന്റെ മുടിയെല്ലാം കൂടെ ഊരി കളയുന്നുണ്ടോ. എനിക്ക് ഇതേണ്ട മെയിൻറ്റിലോട്ട്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് കണ്ടോ. കടവാവില് കടവും തുറന്ന് വന്നേക്കുന്നു. അമ്മ എനിക്ക് തുണി വേണ്ട അമ്മേ. തുണി ഊരി കളയമ്മേ. എന്റെ തുണി എനിക്ക് വേണ്ട അമ്മേ. തുണി ആകെപ്പാടെ ഒരു ഇറിറ്റേഷൻ അമ്മേ. എനിക്ക് വയ്യ അമ്മേ. എനിക്കാണെങ്കിൽ എന്റെ മുടി അങ്ങോട്ട് ശരിയാവുന്നില്ല. ഞാൻ പറഞ്ഞ കാവ്യാമാധവ സ്റ്റൈലൊന്ന് ചെയ്ത് തരാം. അമ്മ എന്റെ മുടി പിന്നിട്ട് താ അമ്മേ. ഇനി താഴെ വരെ കിടക്കുമല്ലോ അമ്മേ. ഒന്ന് പിന്നിട്ട് താ അമ്മേ. കഷ്ടം അമ്മേ. തള്ള പോയി. ഞാൻ നോക്കട്ടെ. ഞാൻ ഇനി മുടിയുടെ ഭംഗിയുണ്ട്. വന്ന് ഇവരെ കൊണ്ട് വലിയ കഷ്ടമാണല്ലോ. ഇവർക്കെന്താ എന്നെ ഓടിച്ചുകൂടെ. കണ്ടോ അവര് പോസൊക്കെ. ഞാൻ ഇനി ഒന്ന് TV കാണാം. നീ മുമ്പിൽ കണ്ടോടി കാണിക്കുന്നേ. എടി എനിക്ക് എന്റെ കണ്ണി പോയടി. ഈ ജ്യൂസ് വേണ്ട പോയടി. എനിക്ക് വലിച്ചു കുടിക്കാൻ അറിയത്തില്ല. കരയണ്ടാടി കരയണ്ട. പോട്ടെ കരയണ്ട. എടി നിനക്ക് കുടിക്കാൻ അറിയത്തില്ല. അതുകൊണ്ടാ ഇങ്ങനെ. അല്ലടി കുടിച്ചല്ലടി. ഈ മേലെ കേറി ഇരുന്ന് കുടിക്കടി. ആ കമ്പ ആ സാമാനം മേലോട്ട് വലിക്കടി. നീ അങ്ങനെ അല്ലെങ്കിൽ കണ്ട് ഇങ്ങനെ കണ്ടോ. എന്റെ പകുതി തീർന്നു. ഇത് വേറെ ഇത് താഴോട്ട് വിട്ട് ഇനി നമുക്കൊരു ഡാൻസ് ആയാലോ. ജിങ്കിടി ചിക്ക. എടി നിനക്ക് എന്നെ അത്രയും പറ്റത്തില്ലടി ഡാൻസ് കളിക്കാൻ. കണ്ടോ എനിക്ക് ഞാൻ
പടക്കട ജും പടക്കട ജും പടക്കട ജും ജും ജും